നമ്മുടെ ഹീറോയിനും അവളുടെ പാരൻസും കൂടി ഒരു യാത്രക്കിടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു തീം പാർക്കിൽ എത്തിപ്പെടുകയാണ്. അവിടെ വെച്ച് വളരെ വിചിത്രമായ രീതിയിൽ അവൾക്ക് അവളുടെ പാരൻസിനെ നഷ്ടമാവാണ്. താൻ എത്തിപ്പെട്ടിരിക്കുന്നത് വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണെന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കുകയാണ്. അവളുടെ പാരൻസിനെ തിരിച്ചു കൊണ്ടുവരാനും അവിടുന്ന് രക്ഷപ്പെടാനും വേണ്ടി അവൾക്ക് നേരിടേണ്ടി വരുന്നത് ഒരു കൂട്ടം ആത്മാക്കളെയാണ്. തുടക്കം മുതൽ അവസാനം വരെ നല്ല ഇൻട്രസ്റ്റിംഗിൽ കൊണ്ടുപോകുന്ന ഒരു അടിപൊളി പടം. 2001 പുറത്തിറങ്ങിയ സ്റ്റുഡിയോ ഗിബ്ലിയുടെ മാസ്റ്റർ പീസ് ആനിമി മൂവി സ്പിരിറ്റഡ് എവേയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ കുഞ്ഞു ഹീറോയിൻ ചിഹിരോയും അവളുടെ പാരന്റ്സും ജപ്പാനിലെ മറ്റൊരു ടൗണിലേക്ക് താമസം മാറാൻ വരികയാണ്. തന്റെ സ്കൂളും പഴയ ഫ്രണ്ട്സിനെ എല്ലാം വിട്ട് പുതിയ സ്ഥലത്തേക്ക് വരാൻ അവൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഫെയർവെല്ലിന് അവർ അവൾക്കായി കൊടുത്ത ബൊക്കയും കാർഡും എല്ലാം കൈ പിടിച്ച് കാറിന്റെ പിൻസീറ്റിൽ സങ്കടപ്പെട്ട് കിടക്കാണ് അവള്. പാരന്റ്സ് അവളെ മാക്സിമം സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും കുഞ്ഞു ചിഹിറോ വളരെ സങ്കടത്തിലാണ്. ഡ്രൈവ് ചെയ്ത് പോകുന്നതിന്റെ ഇടയിൽ ഷോർട്ട് കട്ടാണെന്നും പറഞ്ഞ് അച്ഛനെ ഒരു ഓഫ് റോഡിലേക്ക് കയറാണ്. അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന കുറച്ച് കല്ലുകൾ ചിഹിറ ശ്രദ്ധിക്കാണ്. അതെന്താണെന്ന് അവൾ അമ്മയോട് ചോദിക്കാണ്. അതാണ് ഷ്രൈൻസ്. അതില് ഹോളി സ്പിരിറ്റ്സ് ഉണ്ടെന്നൊക്കെ ചിലർ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാനൊക്കെ ഉപയോഗിക്കും. അങ്ങനെ യാത്ര മുന്നോട്ട് പോകാണ്. ഷോർട്ട് കട്ടാണെന്ന് വിചാരിച്ച് അച്ഛൻ തിരഞ്ഞെടുത്തത് ഒരു റോങ് റൂട്ടായിരുന്നു. വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു റൂട്ടായിരുന്നു അത്. അച്ഛനാണെങ്കിൽ വളരെ സ്പീഡിലാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ ടണൽ ബിൽഡിങ്ങിന്റെ എൻട്രൻസിന് മുന്നിൽ ഇടിച്ചില്ല എന്നുള്ള രീതിയിൽ വണ്ടി പെട്ടെന്ന് ചെന്ന് നിൽക്കുകയാണ്. വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അത്. ക്യൂരിയോസിറ്റി കുറച്ച് കൂടുതലായ അച്ഛൻ അതിനകത്ത് എന്താന്ന് പോയി നോക്കാന്ന് പറഞ്ഞ് അവരെ നിർബന്ധിക്കാണ്. ആ അറ്റ്മോസ്ഫിയർ ഒക്കെ കണ്ടിട്ട് ചിഹിറോക്ക് നല്ല പേടിയാവുന്നുണ്ട്. അതിനകത്തേക്ക് പോകണ്ടെന്ന് അവൾ മാക്സിമം പറഞ്ഞു നോക്കുന്നുണ്ട്. എന്നാൽ ചിഹിറോ പറയുന്നതൊന്നും കാര്യാക്കാതെ അവളുടെ പാരന്റ്സ് ഉള്ളിലേക്ക് നടക്കാൻ തുടങ്ങാണ്. അവിടെ ഒറ്റക്ക് നിൽക്കാൻ പേടിയാണ്ട് തന്നെ അവളും അവരുടെ കൂടെ ചെല്ലുന്നു. ആ ടണൽ ചെന്ന് അവസാനിക്കുന്നത് പഴയൊരു ട്രെയിൻ സ്റ്റേഷനിലാണ്. അങ്ങനെ അവർ ആ ബിൽഡിങ്ങിനെ പുറത്തെത്താണ്. കാറ്റ് അവരെ അങ്ങോട്ടേക്ക് തള്ളുന്നത് പോലെ ചിഹിറോക്ക് ഫീൽ ആവാണ്. വളരെ വിശാലമായ ആളൊഴിഞ്ഞൊരു പ്രദേശമായിരുന്നു അത്. ഇത് 1990s വർക്ക് ചെയ്തിരുന്ന ഒരു തീം പാർക്കാണ്. ഇപ്പോ അബാൻഡൻഡ് ആയി കിടക്കാണ്. അച്ഛൻ അവർക്ക് പറഞ്ഞു കൊടുക്കാണ് തിരിച്ചു പോകാമെന്ന്. ചിഹിറോ വീണ്ടും വീണ്ടും അവരോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്നാ അതൊന്നും മൈൻഡ് ആക്കാതെ പാരന്റ്സ് നടന്നുകൊണ്ടേ ഇരിക്കാണ്. പെട്ടെന്നാണ് എവിടെ നിന്നോ നല്ല കൊതിപ്പിക്കുന്ന രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങളുടെ സ്മെല്ല് വരുന്നത്. ആ സ്മെല്ലിന്റെ പുറകെ അവളുടെ പാരന്റ്സ് പോവാണ്. അവർ ചെന്നെത്തുന്നത് എംപ്റ്റി ആയി കിടക്കുന്ന ഒരുപാട് റെസ്റ്റോറന്റുകളുടെ നടുവിലാണ്. അവിടെ നല്ല ചൂടുള്ള ഭക്ഷണ സാധനങ്ങൾ വെച്ചിരിക്കുന്നത് കണ്ട് രണ്ടാമതൊന്നും ചിന്തിക്കാതെ അവളുടെ പാരന്റ്സ് ആർത്തിയോടെ എടുത്ത് കഴിക്കാൻ തുടങ്ങാണ്. എന്നാൽ ആ ടൗണില് മറ്റൊരു മനുഷ്യകുഞ്ഞു പോലും ഉണ്ടായിരുന്നില്ല. നമ്മൾ കഴിക്കുന്നതിന്റെയൊക്കെ ക്യാഷ് നമുക്ക് ഓണർക്ക് കൊടുക്കാമെന്നും പറഞ്ഞ് മുന്നേ കണ്ട് പരിചയം കൂടി ഇല്ലാത്ത ആ വിഭവങ്ങള് വല്ലാത്ത ആർത്തിയോടെ അവര് വലിച്ചു വാരി കഴിക്കാണ്. ചിഹിറോനോടും വന്ന് കഴിക്കാൻ പറയുന്നുണ്ട്. എന്നാൽ അവളത് കഴിക്കാൻ തയ്യാറാകുന്നില്ല. ചിഹിറോ ആ സ്ഥലമൊക്കെ നടന്നു കാണാണ്. നടന്ന് അവൾ എത്തുന്നത് ഒരു വലിയ ബാത്ത് ഹൗസിന്റെ മുന്നിലാണ്. ആ ബാത്ത് ഹൗസിലേക്ക് പോകുന്ന പാലത്തിൽ അവൾ കയറി നോക്കുമ്പോ താഴത്തൂടെ ട്രെയിൻ പോകുന്നത് ചിഹിറോ കാണാണ്. പെട്ടെന്ന് അവളുടെ മുന്നിൽ ഒരു പയ്യൻ വരികയാണ്. അവളൊരു ഹ്യൂമൻ ആണെന്ന് മനസ്സിലാക്കുന്ന ആ പയ്യൻ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോ, സൺസെറ്റ് ആവുന്നതിന് മുമ്പ് ആ റിവർ ക്രോസ് ചെയ്യുമെന്ന് അവളോട് ഓർഡർ ചെയ്യാണ്. അവരുടെ ശ്രദ്ധ ഞാൻ തിരിക്കാം, അതിനുള്ളിൽ നീ രക്ഷപ്പെട്ടോ എന്നും പറഞ്ഞ് ആ ബാത്ത് ഹൗസിന് നേരെ തിരിഞ്ഞ് അവന്റെ കയ്യിൽ നിന്നും കുറച്ച് പെറ്റൽസ് അവൻ ഊതാണ്. വളരെ വേഗത്തില് അവിടെ ആകെ ഇരുട്ടായി മാറിക്കൊണ്ടിരിക്കാണ്. അതൊക്കെ കണ്ട് പാനിക്കായി ചിഹിറോ അവളുടെ പാരന്റ്സ് ഉള്ള റെസ്റ്റോറന്റ് ലക്ഷ്യമാക്കി ഓടാണ്. അവിടെ ഉണ്ടായിരുന്ന റെസ്റ്റോറൻറ്റ്സിലെല്ലാം വെളിച്ചം വരുന്നതും അതിലൂടെ നിഴല് പോലെയുള്ള ഓരോ രൂപങ്ങൾ പ്രത്യക്ഷമാകുന്നതെല്ലാം കണ്ട് അവൾ ആകെ പേടിക്കാണ്. പാരന്റ്സിന്റെ അടുത്തെത്തി നോക്കുമ്പോ അവൾ കൂടുതൽ ഷോക്കാവാണ്. അവളുടെ അച്ഛനും അമ്മയും ഇരുന്ന സ്ഥലത്തിപ്പോ രണ്ട് വലിയ പന്നികള് അവരുടെ അതേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഭക്ഷണം വലിച്ചു വാരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു രൂപം ആ പന്നികളെ അടിച്ച് താഴെ ഇടാണ്. പേടിച്ചു പോയ ചിഹിറോ അച്ഛനെയും അമ്മയും വിളിച്ച് ആ സ്ട്രീറ്റ് മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിലൂടെ നിറയെ പേടിപ്പെടുത്തുന്ന ഷാഡോ സ്പിരിറ്റ്സ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കാണ്. ചിഹിറോ അവരങ്ങോട്ട് എത്തിയ ആ ടണലിന്റെ ഭാഗത്തേക്ക് ഓടിപ്പോവാണ്. എന്നാ അവിടെ ഇപ്പോ അങ്ങനെ ഒരു ടണലേ അല്ല, അവിടെ വലിയൊരു നദിയും അതിനപ്പുറത്ത് ഒരുപാട് ലൈറ്റൊക്കെ ഉള്ള മറ്റൊരു സ്ട്രീറ്റും അവൾ കാണാണ്. ഇതെല്ലാം അവൾ കാണുന്ന ഒരു സ്വപ്നമായിട്ടാണ് ചിഹിറോക്ക് തോന്നുന്നത്. അപ്പോ അങ്ങോട്ടേക്ക് ഒരു കപ്പൽ വന്ന് അടുക്കാണ്. അതിൽ നിന്നും പലതരത്തിലുള്ള സ്പിരിറ്റ്സ് ഇറങ്ങി വരികയാണ്. അതെല്ലാം കണ്ട് പേടിച്ചു പോയ ചിഹിറോ അവിടെ നിന്നും ഓടി ഒരിടത്ത് ചെന്ന് ഒളിക്കാണ്. അവളുടെ ബോഡി ട്രാൻസ്പെറന്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ചിഹിറോന്റെ അടുത്തേക്ക് കുറച്ചു മുമ്പ് പാലത്തിൽ വെച്ച് കണ്ട ആ പയ്യൻ വരികയാണ്. അവന്റെ പേരാണ് ഹാക്കു. പേടിക്കണ്ട, ഞാൻ നിന്റെ ഒരു ഫ്രണ്ടാണ്. ഇന്നാ ഈ ബെറി കഴിക്ക്. ഈ ലോകത്ത് നിന്നുള്ള ഇത് നീ കഴിച്ചിട്ടില്ലെങ്കിൽ നീ എന്നേക്കുമായി അപ്രത്യക്ഷമായി പോകും. സോ താൻ പതിയെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ചിഹിറോ മനസ്സിലാക്കാണ്. അവളത് കഴിക്കാണ്. സോ അവളെ ബോഡി പഴയ പോലെ തന്നെ ആവാണ്. എന്റെ അച്ഛനും അമ്മയ്ക്കും എന്താ പറ്റിയത്? അവർ ശരിക്കും പന്നികളായി മാറിയോ?
നിന്നെ ഞാൻ പിന്നീട് അവരെ കൊണ്ട് കാണിക്കാം. ഇപ്പോ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം, ഹക്കു പറയുന്നു. അപ്പോ വളരെ വ്യത്യസ്തമായ ഒരു പക്ഷി മുകളിലൂടെ വട്ടമിട്ട് പറക്കുന്നത് അവൻ കാണാണ്. ചിഹിരോയെ അവൻ പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കാണ്. ആ പക്ഷി അവിടുന്ന് പോയ ഉടനെ ഹക്കു അവളെ വിളിച്ചോണ്ട് അവിടുന്ന് ഓടുകയാണ്. ഓടി ഓടി അവരെ ബാത്ത് ഹൗസിന് മുന്നിലെത്താണ്. ഈ പാലം ക്രോസ് ചെയ്യുന്നത് വരെ നീ നിന്റെ ശ്വാസം അടക്കി പിടിക്കണം, അല്ലെങ്കിൽ അവർ നിന്നെ കണ്ടുപിടിക്കും. ഹക്കു പറഞ്ഞത് പ്രകാരം ചിഹിറോ അവളുടെ ശ്വാസം അടക്കി പിടിക്കാണ്. അവർ ആ പാലം ഏകദേശം കടക്കാരായിരുന്നു. പെട്ടെന്ന് ഒരു ഫ്രോഗ് സ്പിരിറ്റ് ഹക്കുവിന്റെ അടുത്തേക്ക് ചാടാണ്. പെട്ടെന്ന് അതിനെ കണ്ട് പേടിച്ച അവള് അറിയാതെ ശ്വാസം എടുക്കാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു മനുഷ്യൻ ഉണ്ടെന്നുള്ള കാര്യം ആ സ്പിരിറ്റ് മനസ്സിലാക്കാണ്. ഹക്കു പെട്ടെന്ന് അവളെ അവിടെ നിന്നും രക്ഷിച്ചു കൊണ്ടുപോകാണ്. അപ്പോഴേക്കും ഇതിനകത്ത് ഒരു മനുഷ്യൻ ഉണ്ടെന്നുള്ള കാര്യം അവിടെ എല്ലാം സ്പ്രെഡ് ആയിരുന്നു. ഞാൻ അവരുടെ ശ്രദ്ധ മാറ്റാം, അപ്പോഴേക്കും നീ ഇവിടുന്ന് എസ്കേപ്പ് ആവണം. നിന്റെ അച്ഛനെയും അമ്മയും രക്ഷിക്കണമെങ്കിൽ നീ ഇത് ചെയ്തേ പറ്റും. എങ്ങനെ ഇവിടുന്ന് എസ്കേപ്പ് ആവണമെന്ന് അവന്റെ പവർ ഉപയോഗിച്ച് ഒരു വിഷനിലൂടെ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ബേക്കേറ്റിലൂടെ ചെന്ന താഴേക്കുള്ള സ്റ്റേഴ്സ് കാണാം. അതിലൂടെ ചെന്ന നിനക്ക് ബോയിലർ റൂമിലെത്താം. അവിടെ കമാജി എന്ന പേരുള്ള ഒരു ബോയിലർ മാൻ ഉണ്ടാവും. അയാളോട് നിനക്കൊരു ജോലി ആവശ്യപ്പെടണം. കമാജി സമ്മതിച്ചില്ലെങ്കിലും എങ്ങനെയെങ്കിലും വാശി പിടിച്ച് നീ ആ ജോലി വാങ്ങണം, അല്ലെങ്കിൽ യുബാബ നിന്നെ ഒരു അനിമലാക്കി മാറ്റും. യുബാബയോ? അതാരാണ്? ഈ ബാത്ത് ഹൗസ് റൂൾ ചെയ്യുന്ന ഒരു വിച്ചാണ് യുബാബ. നിനക്കിവിടെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ യുബാബയ്ക്ക് നിന്നൊന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ വേഗം ഇവിടുന്ന് ചെല്ലെന്ന് ഹക്കു പറയാണ്. അല്ല, നിനക്കെങ്ങനെ എന്റെ പേര് ചിഹിറോ ആണെന്ന് അറിയാം? ഒരുപാട് കാലം മുന്നേ തന്നെ എനിക്ക് നിന്നെ അറിയാം, ഹക്കു പറയുന്നു. ഹക്കു പറഞ്ഞത് പ്രകാരം അവൾ ആ ഡേഞ്ചർ ആയിട്ടുള്ള കോണുകളൊക്കെ ഇറങ്ങി ബോയിലർ റൂമിൽ എത്താണ്. അവിടെ 6 കൈകളുള്ള കമാജി എന്ന പേരുള്ള ആ വിചിത്രമായ മനുഷ്യനെ അവൾ കാണാണ്. ഇവിടെ നിന്നാണ് ബാത്ത് ഹൗസിലേക്കുള്ള ചൂടുവെള്ളമെല്ലാം എത്തിക്കുന്നത്. കമാജിക്ക് വേണ്ടി ജോലി ചെയ്യാന് സൂട്ട് സ്പിരിറ്റ്സിന്റെ ഒരു ആർമി തന്നെയുണ്ട്. ഉള്ളിലുള്ള പേടിയൊക്കെ മാറ്റിവെച്ച് അവള് കമാജിയോട് പോയി സംസാരിക്കാണ്. ഞാൻ ഹാക്കു പറഞ്ഞിട്ട് വന്നതാണ്, എനിക്ക് ഇവിടെ ഒരു ജോലി വേണമെന്ന് അവൾ ആവശ്യപ്പെടണം. എന്നാ ഇവിടെ നിന്നൊരു ജോലിയൊന്നുമില്ല എന്ന് പറഞ്ഞ് കമാജി അവളുടെ ആവശ്യം തള്ളിക്കളിയാണ്. എന്നാ ചിഹിറോ പിന്മാറാൻ തയ്യാറാകുന്നില്ല. അപ്പോ ലിൻ എന്ന പേരുള്ള ബാത്ത് ഹൗസിലെ ഒരു സീനിയർ വർക്കർ അങ്ങോട്ട് വരികയാണ്. ചിഹിറോയെ കണ്ട് അവൾ ഷോക്കാവാണ്. നീ ഒരു മനുഷ്യനല്ലേ? അവൾ എന്റെ പേരക്കുട്ടിയാണ്, ഇവിടെ ജോലി ചെയ്യാൻ വന്നിരിക്കുക. പക്ഷെ ഇവിടെ ഇനി അവൾക്ക് പറ്റിയ ജോലിയൊന്നുമില്ല. നീ അവളെ യുബാബയുടെ അടുത്ത് കൊണ്ടുപോകുമോ? കമാജി ലിന്നിനോട് ചോദിക്കാണ്. എന്നാ ലിൻ അവളെ സഹായിക്കാൻ തയ്യാറാവുന്നില്ല. എനിക്ക് എന്റെ ലൈഫ് റിസ്കിലാക്കാൻ പറ്റില്ല എന്നാണ് അവൾ പറയുന്നത്. കമാജി ലിന്നിന് ഒരു പൊരിച്ച പല്ലിന് ഓഫർ ചെയ്യാണ്. അത് കണ്ട് മനസ്സോടെ ലിൻ അതിന് സമ്മതിക്കാണ്. നിനക്കിവിടെ ഒരു ജോലി വേണമെങ്കിൽ യുബാബയായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കണമെന്ന് കമാജി അവളോട് പറയാണ്. ചിഹിറോ കമാജിയോട് നന്ദി പറഞ്ഞ് ലിന്നിന്റെ പുറകെ ചെല്ലാണ്. നമുക്ക് ഏറ്റവും മുകളിലുള്ള ഫ്ലോറിൽ എത്തണം, അവിടെയാണ് യുബാബ ഉണ്ടാവുക എന്ന് ലിൻ അവളോട് പറയുന്നു. മറ്റുള്ള സ്പിരിറ്റ്സുകളുടെ ഒന്നും കണ്ണിൽപ്പെടാതെ ചിഹിറോന് അവിടെ എത്തിക്കൽ കുറച്ച് ടാസ്ക് ആണ്. എങ്കിലും ലിൻ അവളെ നല്ല രീതിക്ക് പ്രൊട്ടക്ട് ചെയ്ത് അവിടെ എത്തിക്കുന്നുണ്ട്. വളരെ വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകൾ, പലതരം സ്പിരിറ്റുകളെ എല്ലാം ബാത്ത് ഹൗസിന്റെ ഉള്ളിൽ ചിഹിറോ കാണുന്നുണ്ട്. ഫൈനലി അവൾ യുബാബന്റെ മുന്നിൽ എത്തുകയാണ്. ഒരുപാട് മാജിക്കൽ പവേഴ്സ് ഉള്ള ആ ബാത്ത് ഹൗസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു വിച്ചാണ് യുബാബ. തനിക്കിവിടെ ഒരു ജോലി വേണമെന്ന് ചിഹിറോ യുബാബയോട് ആവശ്യപ്പെടുകയാണ്. എന്നാൽ യുബാബ അത് സമ്മതിക്കുന്നില്ല. തന്റെ മാജിക്കൽ പവേഴ്സ് എല്ലാം കാട്ടി ചിഹിറോനെ അവര് പേടിപ്പിക്കുകയാണ്. എന്നാലും അവൾ പിന്മാറുന്നില്ല. ജോലി വേണമെന്നുള്ള ആവശ്യത്തിൽ തന്നെ അവൾ ഉറച്ചു നിൽക്കുകയാണ്. പെട്ടെന്ന് യുബാബന്റെ ജയൻ ബേബി എഴുന്നേൽക്കാണ്. അത് വാശി പിടിച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പോഴും ചിഹിറോ തനിക്ക് ജോലി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ജോലി തരാം, ആദ്യം നീ ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് യുബാബ ആദ്യം ചെന്ന് കുഞ്ഞിനെ സമാധാനിപ്പിച്ചോർക്കാണ്. ശേഷം ചിഹിറോക്ക് വേണ്ടി ഒരു ജോബ് കോൺട്രാക്ട് കൊടുക്കുകയാണ്. അവൾ അതിൽ ഫുൾ നെയിം എഴുതി സൈൻ ചെയ്യാണ്. തന്റെ മാജിക്കൽ പവേഴ്സ് ഉപയോഗിച്ച് യുബാബ ചിഹിറോന്റെ പേര് മോഷ്ടിച്ച് കൈക്കലാക്കാണ്. ഇന്നു മുതൽ നിന്റെ പേര് സെൻ എന്നാണെന്ന് യുബാബ ഡിക്ലെയർ ചെയ്യണം. അപ്പോഴേക്കും യുബാബ വിളിച്ച പ്രകാരം ഹാക്കു അങ്ങോട്ടേക്ക് എത്തണം. യുബാബന്റെ അപ്രന്റീസ് ആയിട്ടാണ് അവൻ അവിടെ വർക്ക് ചെയ്യുന്നത്. ചിഹിറോയെ വർക്കേഴ്സിന്റെ ക്വാർട്ടേഴ്സിലേക്ക് അവൻ കൊണ്ടുപോകുകയാണ്. ചിഹിറോനെ ഒട്ടും പരിചയമില്ലാത്ത രീതിയിൽ വളരെ കോൾഡും റൂഡുമായാണ് അവൻ അവളോട് പെരുമാറുന്നത്. ചിഹിറോ ഒരു ഹ്യൂമൻ ആയതുകൊണ്ട് തന്നെ അവളെ തങ്ങളുടെ കൂടെ കൂട്ടാൻ അവിടുത്തെ വർക്കേഴ്സ് തയ്യാറാവുന്നില്ല. ഇവള് നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഇവളെ പൊരിച്ചു കഴിച്ചോ എന്ന് ഹാക്കു അവരോട് പറയും. ചിഹിറോയെ ലിനിന്റെ അസിസ്റ്റന്റായി വെക്കാൻ ഹാക്കു ആവശ്യപ്പെടണം. ചിഹിറോയെ തന്റെ തലയിലിട്ടതിന് ലിൻ ഹക്കുനോട് ദേഷ്യപ്പെടണം. ശേഷം ചിഹിറോനെ വിളിച്ച് അവിടുന്ന് മാറിപ്പോകാണ്. ഞാൻ നിന്റെ കാര്യം ആലോചിച്ച് പേടിച്ചിരിക്കായിരുന്നു. നീ ഒറ്റയ്ക്ക് യുബാബന്റെ മുന്നിൽ ചെന്ന് ജോലി വാങ്ങിയെടുത്തല്ലോ. നിന്നെ കുറിച്ച് ആലോചിച്ച് ഞാൻ നല്ല പ്രൗഡ് ആണെന്നൊക്കെ വളരെ സ്നേഹത്തോടെ ലിൻ അവളോട് സംസാരിക്കാണ്. മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് ചിഹിറോന് ഒട്ടും ഇഷ്ടമില്ലാത്ത രീതിയിൽ അവൾ വെറുതെ ആക്ട് ചെയ്യാണ്. ലിൻ അവളെ അവരുടെ മുറിയിലോട്ട് കൊണ്ടുപോയി അവൾക്ക് വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാണ്. ഇവിടെ 2 ഹാക്കു ഉണ്ടോ? ചിഹിറോ ചോദിക്കാണ്. ഇല്ലല്ലോ. നീ ഹാക്കുനെ അത്ര വിശ്വസിക്കൊന്നും വേണ്ട, അവ യുബാബന്റെ ആളാണ്. ലിൻ അവളെ ഒന്ന് വാൺ ചെയ്യുന്നുണ്ട്. സമയം പുലർച്ചെയായിരുന്നു. യുബാബ ഒരു പക്ഷിയായി രൂപം മാറി അവിടെ നിന്നും പറന്നു പോകാണ്. ആ തക്ക നോക്കി ഹാക്കു ചിഹിറോന്റെ അടുത്ത് വരികയാണ്. ബ്രിഡ്ജിന്റെ അടുത്തേക്ക് വായോ, ഞാൻ നിന്റെ പേരൻസിന്റെ അടുത്ത് കൊണ്ടുപോകാമെന്ന് ഹാക്കു അവളോട് പറയാണ്. ചിഹിറോ ബ്രിഡ്ജിന്റെ അടുത്തേക്ക് പോവാണ്. അവിടെ ഒരു ഷാഡോ സ്പിരിറ്റ് ചിഹിറോയെ തന്നെ നോക്കി നിൽക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അതിനെ അവിടെ കാണുന്നില്ല. ഹാക്കു വന്ന് അവളെ പേരൻസിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാണ്.
ഞാനില്ലാതെ നീ ഒരിക്കലും ഒറ്റയ്ക്ക് ഇവിടെ വരരുതെന്ന് അവൻ അവളെ വാൺ ചെയ്യുന്നുണ്ട്. പന്നികളായി മാറിയ അച്ഛനെയും അമ്മയെയും ഹക്കു അവൾക്ക് കാണിച്ചു കൊടുക്കാണ്. അച്ഛ, അമ്മേ, ഇത് ഞാനാണ് സെൻ, എഴുന്നേൽക്ക് എന്ന് അവൾ അവരോട് പറയാണ്. എന്നാൽ അവരുടെ അടുത്തുനിന്ന് ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല. അവർ ഹ്യൂമൻ ആയിരുന്നു എന്നുള്ള കാര്യം അവർ മറന്നുപോയിരിക്കാണ്. അവരെ നല്ലോണം നോക്കിക്കോ, ഇതിൽ ഏതാണ് നിന്റെ പാരന്റ്സ് എന്ന് നീ വേണം ഓർത്തിരിക്കാനെന്ന് ഹക്കു അവളോട് പറയണം. ഹക്കു ചിഹിരോന്റെ ഡ്രസ്സ് അവൾക്ക് കൊടുക്കാണ്. അതിൽ അവളുടെ ഫ്രണ്ട്സ് കൊടുത്ത ഫെയർവെൽ കാർഡ് ഇപ്പോഴും ഉണ്ടായിരുന്നു. അത് വായിച്ച് തന്റെ പേര് ചിഹിറോ എന്നായിരുന്നു എന്ന കാര്യം അവൾ ഓർത്തെടുക്കാണ്. യുബാബ നിന്റെ പേര് മോഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് അവർ നിന്നെ കൺട്രോൾ ചെയ്യുന്നത്. നിന്റെ പേര് നീ പൂർണ്ണമായും മറന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്കൊരിക്കലും തിരിച്ചു പോകാൻ കഴിയില്ല. ഇപ്പോ ഇവിടെ എല്ലാവരുടെയും മുന്നിൽ നീ സെൻ ആണ്. നിന്റെ റിയൽ നെയിം എല്ലാവരുടെ അടുത്തുനിന്നും ഹൈഡ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ നിന്റെ വസ്ത്രങ്ങളും നീ സൂക്ഷിച്ചു വെക്കണം. തിരികെ പോകാൻ നിനക്ക് അതും ആവശ്യമാണ്. കുറെ കാലമായി ഞാൻ എന്റെ സ്വന്തം പേര് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ എന്നെ കൊണ്ടത് സാധിക്കുന്നില്ല എന്ന് ഹാക്കു അവളോട് പറയാണ്. ഓ, അപ്പൊ നിനക്ക് നിന്റെ ശരിക്കുള്ള പേര് അറിയില്ലേ? ഇല്ല, പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് നിന്റെ പേര് ഓർമ്മയുണ്ടെന്ന് അവൻ പറയാണ്. ഹാക്കു അവളെ സമാധാനിപ്പിക്കാണ്. ശേഷം അവൾക്ക് കഴിക്കാൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അവളെ തിരികെ ബ്രിഡ്ജിന്റെ അവിടെ കൊണ്ടാക്കിയ ശേഷമാണ് ഹാക്കു ഒരു വൈറ്റ് ഡ്രാഗനായി ആകാശത്തേക്ക് പറന്നു പോകുന്നത് ചിഹിറോ കാണുന്നു. ചിഹിറോന്റെ പുറകെ അവൾ കാണാതെ കുറച്ചു മുന്നേ കണ്ട ആ ഷാഡോ സ്പിരിറ്റ് വരുന്നുണ്ട്. ശേഷം അത് വീണ്ടും അപ്രത്യക്ഷമായി പോകുന്നു. അങ്ങനെ സമയം രാത്രിയായി തുടങ്ങിയിരുന്നു. പുലർച്ചെ പോയ യുബാബ തിരികെ ബാത്ത് ഹൗസിൽ എത്തിച്ചേരുന്നു. രാത്രിയായോണ്ട് തന്നെ സ്പിരിറ്റ് വേൾഡ് ആക്റ്റീവായി തുടങ്ങി. ലിനിന്റെ അണ്ടറിൽ ചിഹിറോ അവളുടെ ജോലി തുടങ്ങി. ചിഹിറോ അവളുടെ മാക്സിമം എഫേർട്ട് ഇട്ട് ജോലി ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയിലാണ് ബാത്ത് ഹൗസിന്റെ വെളിയിൽ നിൽക്കുന്ന ഷാഡോ സ്പിരിറ്റിനെ അവൾ ശ്രദ്ധിക്കുന്നത്. അതിനെ നമുക്ക് നോ ഫേസ് എന്ന് വിളിക്കാം. മഴയത്ത് അതങ്ങനെ ഒറ്റക്ക് പുറത്ത് നിൽക്കുന്നുണ്ട്. പാവം തോന്നി ചിഹിറോ നോ ഫേസിനെ അകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യണം. ഇവരുടെ ഈ ബാത്ത് ഹൗസിന്റെ മെയിൻ പർപ്പസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യലോകത്തെ ഇടപെടലുകൾ കാരണം സ്പിരിറ്റുകൾക്ക് ഉണ്ടാകുന്ന അഴുക്കും നെഗറ്റീവ് എനർജി എല്ലാം കഴുകി കളയാനും റെസ്റ്റ് എടുക്കാനും ഒക്കെ ഉള്ള ഒരു ലക്ഷറി സ്പാ ആയിട്ടാണ് ഈ ബാത്ത് ഹൗസ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് പകരമായിട്ട് യുബാബക്ക് ഈ സ്പിരിറ്റ്സുകളെല്ലാം പണവും വിലപിടിപ്പുള്ള സ്വർണോ രത്നോ എല്ലാം തിരിച്ചു കൊടുക്കും. ലിനിയും ചിഹിറോക്കും ഇന്ന് ഏറ്റവും വലിയ ടബിലാണ് ഡ്യൂട്ടി കിട്ടിയിട്ടുള്ളത്. അവരത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കാവും. ഏറ്റവും ഫിൽത്തി ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് പൊതുവെ ഈ ടബ് യൂസ് ചെയ്യാറുള്ളതെന്ന് ലിന്നെ ചിഹിറോക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഫോർമാന്റെ അടുത്ത് പോയി ഹെർബൽ വാട്ടറിന് വേണ്ടിയിട്ടുള്ള ടാഗ് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞ് ലിൻ അവളെ അയക്കാണ്. ഫോർമാന്റെ അടുത്ത് ചെന്ന് ചിഹിറോ ടാഗ് ആവശ്യപ്പെടുമ്പോ അയാൾ ചിഹിറോക്ക് അത് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് ഞാനത് തരില്ല എന്നാണ് അയാൾ പറയുന്നത്. അപ്പോ നോഫേസ് അവിടെ വരികയാണ്. നോഫേസിനെ ചിഹിറോക്ക് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ചിഹിറോക്ക് വേണ്ട ടോക്കൺ അത് എടുത്ത് കൊടുക്കുകയാണ്. ഓ, നീ ഏറ്റവും നല്ല ഒന്നാണല്ലോ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ആ ടാഗ് കണ്ട് ലിൻ അവളോട് പറയുന്നുണ്ട്. ശേഷം അത് അവര് കമാജിക്ക് സെൻഡ് ചെയ്യുന്നു. ടാഗ് കണ്ട് അവർക്ക് ആവശ്യമായ വെള്ളം കമാജി അവർക്ക് തിരിച്ച് സെൻഡ് ചെയ്യും. അതിനെ കുറിച്ചെല്ലാം ലിൻ വ്യക്തമായി അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ടബ് നിറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളി തന്നെ ഒന്ന് പിടിച്ച് വലിച്ചാൽ മതി. ഞാൻ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വരാം എന്നും പറഞ്ഞ് ലിൻ അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം നോ ഫേസ് അങ്ങോട്ടേക്ക് വരികയാണ്. അത് എടുത്തുകൊണ്ട് വന്ന ഒരുപാട് ടാഗുകൾ അവൾക്ക് കൊടുക്കുകയാണ്. അയ്യോ, എനിക്ക് ഇത്ര ആവശ്യം ഉണ്ടായിരുന്നില്ല, എനിക്ക് ആ ഒന്നും മതിയായിരുന്നു എന്ന് അവൾ പറയാണ്. അപ്പോ ആ ടാഗുകളെല്ലാം അവളുടെ മുന്നിൽ ഇട്ടിട്ട് അത് അപ്രത്യക്ഷമായി പോവാണ്. അതേസമയം അങ്ങോട്ടേക്ക് ഒരു സ്റ്റിങ് സ്പിരിറ്റ് വരികയാണ്. ശരീരം മുഴുവൻ അഴുക്ക് നിറഞ്ഞ ആകെ കൂടി വൃത്തികെട്ട സ്മെല്ലുള്ള ഒരു വലിയ പേടിപ്പെടുത്തുന്ന സ്പിരിറ്റ്. അതിന്റെ നാറ്റവും രൂപവും കാരണം എല്ലാവരും വിറച്ചു നിൽക്കാണ്. അതിനെ കുളിപ്പിക്കാനുള്ള ഡ്യൂട്ടി യുബാബ മനഃപൂർവ്വം ചിഹിറോനെ നിർബന്ധിച്ച് ഏൽപ്പിക്കാണ്. ചിഹിറോ അതിനെ ആ വലിയ ടബിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയാണ്. എന്നാൽ അതിന്റെ ശരീരത്തിൽ അഴുക്ക് പോകാൻ ആ വെള്ളമൊന്നും മതിയായിരുന്നില്ല. ചിഹിറോ കടന്ന് കഷ്ടപ്പെടുന്നതെല്ലാം മുകളിൽ നിന്ന് ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു യുബാബ. നേരത്തെ നോഫേസ് കൊടുത്ത ടാഗിൽ നിന്ന് ഒന്നെടുത്ത് അവൾ കമാജിക്ക് സെൻഡ് ചെയ്യാണ്. അവരുടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഹെർബൽ വാട്ടർ ആയിരുന്നു അത്. വെള്ളം വരുത്തുന്നതിന്റെ ഇടയിൽ ചിഹിറോ ആ ടബിലേക്ക് വീണു പോകാണ്. ആ സ്പിരിറ്റ് ചിഹിറോനെ എടുത്ത് അതിന്റെ വായിൽ എന്തോ കുടുങ്ങിയിരിക്കുന്നത് അവൾക്ക് കാണിച്ചു കൊടുക്കാണ്. അപ്പോഴേക്കും ലിൻ അവിടെ എത്താണ്. പേടിക്കേണ്ട സെൻ, ഞാൻ നിന്നെ രക്ഷിക്കാം, നിനക്കൊന്നും പറ്റാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ലിൻ പറയാണ്. ഈ സ്പിരിറ്റിന്റെ ശരീരത്തിൽ എന്തോ ഒരു മുള്ള കുടുങ്ങിയിട്ടുണ്ടെന്ന് ചിഹിറോ അവളോട് ഉറക്കെ വിളിച്ച് പറയാണ്. അത് വെറും ഒരു സ്റ്റിങ് സ്പിരിറ്റ് അല്ല എന്ന് യുബാബക്ക് മനസ്സിലാവാണ്. സോ അവര് പറന്ന് ലിന്നിന്റെ അടുത്തേക്ക് ചെല്ലാണ്. ശേഷം ഒരു റോപ്പ് അവളുടെ കൈ കൊടുത്ത് ഇത് അതിൽ കണക്ട് ചെയ്യാൻ പറയാണ്. ലിന്നും ചിഹിറോയും കൂടി ആ കയറ മുള്ളിൽ കെട്ടാണ്. ശേഷം അവിടുത്തെ എല്ലാ വർക്കേഴ്സും കൂടി ആ കയർ പിടിച്ച് വലിക്കാണ്. അതൊരു മുള്ളായിരുന്നില്ല, ഒരു സൈക്കിളിന്റെ പിടിയായിരുന്നു. ആ സ്പിരിറ്റിന്റെ ഉള്ളിൽ നിന്നും ഒരുപാട് ഹ്യൂമൻ ഗാർബേജസ് പുറത്തേക്ക് തെറിക്കാണ്. അതൊരു സാധാരണ സ്പിരിറ്റ് ആയിരുന്നില്ല, ഒരു പവർഫുൾ ആൻഷ്യൻ റിവർ സ്പിരിറ്റ് ആയിരുന്നു. മനുഷ്യർ വലിച്ചെറിഞ്ഞ വേസ്റ്റുകൾ കാരണം അത് ഹെവിലി പൊല്യൂട്ടഡ് ആയതായിരുന്നു. അഴുക്കെല്ലാം പൂർണ്ണമായി പോയി ശുദ്ധമാക്കപ്പെട്ടതിൽ ആ സ്പിരിറ്റ് വളരെ ഹാപ്പി ആയിരുന്നു. അത് സ്പിരിറ്റ് അല്ല, ആക്ച്വലി ഒരു റിവർ ഗോഡാണ്. അവിടെ നിന്നും പോകുന്നതിന് മുന്നേ ആ ഗോഡ് സെന്നിന് ഒരു മിസ്റ്റീരിയസ് ഡംപ്ലിംഗ് ഗിഫ്റ്റായി കൊടുക്കുകയാണ്. ശേഷം സന്തോഷത്തോടെ അവിടെ നിന്ന് പറന്നു പോവാണ്.
ആ റിവർ ഗോഡിന്റെ ഉള്ളിൽ നിന്നും വന്ന വേസ്റ്റുകളില് നിറയെ ഗോൾഡുകൾ ഉണ്ടായിരുന്നു. എല്ലാരും വളരെ ഹാപ്പി ആവാണ്. യുവാബ ചിഹിരോയെ സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിച്ച് അഭിനന്ദിക്കുകയാണ്. അന്നു മുതൽ അവൾ അവിടുത്തെ ഒരു ട്രൂ എംപ്ലോയി ആയിട്ട് പ്രഖ്യാപിക്കുകയാണ്. അന്നത്തെ ദിവസം മുഴുവൻ ഹാക്കുവിനെ അവിടെ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. ആ കാര്യം ചിഹിറോ ലിനിനോട് പറയുന്നു. അവന്റെ കാര്യമൊന്നും നമുക്കറിയില്ല. യുബാബ അവനെ കൊണ്ട് തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത്. ലിൻ പറയുന്നു. രാത്രി എല്ലാരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി ഒരു ഫ്രോഗ് സ്പിരിറ്റ് ആ വലിയ ബാത്തബിന്റെ അടുത്തേക്ക് വരികയാണ്. റിവർ സ്പിരിറ്റ് കൊടുത്ത ഗോൾഡിന്റെ എന്തെങ്കിലും ഒരു അംശം അവിടെ ഉണ്ടാകുമെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. അതേസമയം ആ ബാത്തബിൽ ഉണ്ടായിരുന്ന നോഫൈസിനെ അവൻ കാണാണ്. ഈ നേരത്തെ നീ എന്താ ഇവിടെ ചെയ്യുന്നത്? ഇന്നത്തെ വർക്കൊക്കെ ക്ലോസ് ചെയ്തതാണല്ലോ, പെട്ടെന്ന് ഇവിടെ നിന്ന് പോയെന്ന് ആ ഫ്രോഗ് സ്പിരിറ്റ് നോഫൈസിനോട് പറയാണ്. ഇവൻ ഗോൾഡ് അന്വേഷിച്ച് വന്നതാണെന്ന് മനസ്സിലാകുന്ന നോഫൈസ് അവൻ അന്വേഷിക്കുന്ന അതേ ഗോൾഡ് ഉണ്ടാക്കി അവന്റെ മുന്നിൽ ഇട്ടുകൊടുത്ത് അതിനെ ആകർഷിച്ച് തന്റെ അടുത്തേക്ക് വരുത്താണ്. ഗോൾഡ് കണ്ട ആർത്തിയില് രണ്ടാമതൊന്നും ആലോചിക്കാതെ ആ ഫ്രോഗ് സ്പിരിറ്റ് നോഫേസിന്റെ അടുത്തേക്ക് പോവാണ്. ഫ്രോഗ് സ്പിരിറ്റ് അടുത്തെത്തിയതും നോഫേസ് അതിനെ പിടിച്ച് വിഴുങ്ങാണ്. ശേഷം ആ ഫ്രോഗിന്റെ വോയിസും പേഴ്സണാലിറ്റിയും എല്ലാം ഉപയോഗിച്ച് മറ്റുള്ള വർക്കേഴ്സിനും ഗോൾഡ് കാണിച്ചു കൊടുത്ത് അവരുടെ അത്യാഗ്രഹം മുതലെടുക്കാൻ ശ്രമിക്കാൻ ചിഹിറോ റിവർ ഗോഡ് കൊടുത്ത ആ ഡംപ്ലിങ്ങും കൊണ്ട് പന്നിത്തോട്ടത്തിൽ ചെല്ലാണ്. അത് കഴിച്ചാൽ ചിലപ്പോൾ അവളുടെ അച്ഛനും അമ്മയും പഴയ രൂപത്തിലാവും എന്ന പ്രതീക്ഷയിലാണ് അവൾ ചെല്ലുന്നത്. എന്നാൽ അവിടെ എത്തുമ്പോൾ ആ പന്നികളെല്ലാം കൂടി അവളുടെ നേരേക്ക് വരികയാണ്. അതിലേതാണ് അവളുടെ അച്ഛൻ അമ്മ എന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് ചിഹിറോ ഞെട്ടി എഴുന്നേൽക്കാണ്. അതൊരു ബാഡ് ഡ്രീം ആയിരുന്നു. ചിഹിറോ എണീക്കാൻ വൈകിയോണ്ട് തന്നെ കൂടെയുള്ള എല്ലാവരും വർക്കിന് പോയിരുന്നു. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ അവിടെ ഉണ്ടായിരുന്ന റിവർ ഒരു ഓഷ്യനായി മാറിയിരുന്നു. ബാത്ത് ഹൗസിലാണെങ്കിൽ എല്ലാവരും നോഫേസിനെ സൽക്കരിക്കുന്ന തിരക്കിലാണ്. നോഫേസ് ആണെങ്കിൽ വീണ്ടും വീണ്ടും ഭക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ അത് വലിയൊരു രൂപത്തിലേക്കായി മാറിയിട്ടുണ്ട്. എന്നെ സൽക്കരിക്കുന്ന എല്ലാവർക്കും ഗോൾഡ് വാരി എറിഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. ഹാക്കുനെ ഇതുവരെയും കാണാത്ത വിഷമത്തിലാണ് ചിഹിറോ. തന്റെ അച്ഛനെയും അമ്മയും ഇനി തനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നൊരു വിഷമം കൂടിയുണ്ട് അവൾക്ക്. പെട്ടെന്നാണ് പറന്നു വരുന്ന ഒരു വൈറ്റ് ഡ്രാഗൺ അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് ഹാക്കു ആണ്. അവന്റെ പുറകെ തന്നെ ഒരു കൂട്ടം ഷിക്കിഗാമി ബേർഡ്സ് അവനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് പറന്നു വരുന്നുണ്ട്. അതായത് മേജിക്കൽ കേഴ്സ് ഉപയോഗിച്ചിട്ട് പേപ്പർ കൊണ്ടുള്ള ഓരോ രൂപങ്ങളെ ഓരോ ടാസ്കിന് വേണ്ടിയിട്ട് നിയോഗിക്കുന്നതിനെയാണ് ഷിക്കിഗാമി എന്ന് പറയുന്നത്. ഇവിടെ മേജിക്കൽ കേഴ്സ് ഉള്ള ആ പേപ്പർ ബേർഡ്സ് അവന് ചേസ് ചെയ്തുകൊണ്ടിരിക്കും. ചിഹിറോ ഹാക്കുനെ വിളിക്കാണ്. ഹാക്കു അവളുടെ റൂമിലേക്ക് വന്ന് വീഴാണ്. അവന് ഒരുപാട് പരിക്കുകൾ പറ്റിയിരുന്നു. ആ പേപ്പർ ബേർഡ്സിന്റെ കേഴ്സിന്റെ പവർ കുറഞ്ഞുകൊണ്ട് തന്നെ അവയെല്ലാം തിരിച്ചു പോവാണ്. ഹാക്കുവിന്റെ ശരീരത്തിൽ നിന്ന് ഒരുപാട് രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. പേടിക്കണ്ട, ആ പേപ്പർ ബേർഡ്സ് എല്ലാം തിരിച്ചുപോയി. ഇനി നിനക്കൊന്നും സംഭവിക്കില്ല എന്ന് ചിഹിറോ അവനോട് പറയാണ്. ഹാക്കു നേരെ യുബാബന്റെ അടുത്തേക്ക് പറക്കാണ്. ഇതേ സമയം ബാത്ത് ഹൗസിലാണെങ്കിൽ എല്ലാവരും നോഫേസിനെ സൽക്കരിക്കുന്ന തിരക്കിലാണ്. അതിന്റെ രൂപം കൂടുതൽ വലുതായിട്ടുണ്ട് ഇപ്പോ. ഹാക്കുവിനെ രക്ഷിക്കാൻ വേണ്ടി ചിഹിറോ നേരെ യുബാബന്റെ അടുത്തേക്ക് ഓടാണ്. എന്നാൽ വഴി മുഴുവൻ ബ്ലോക്ക് ആയിരുന്നു. അവൾ നേരെ ചെന്ന് പെടുന്നത് നോഫേസിന്റെ മുന്നിലാണ്. നോഫേസിന് വഴി കാട്ടിക്കൊണ്ട് മുന്നിൽ നടന്നിരുന്ന ഒരാള് അവളുടെ വഴി തടസ്സപ്പെടുത്തുന്നതിന് ചിഹിറോയോട് ദേഷ്യപ്പെടണം. ചിഹിറോയോട് അയാൾ ദേഷ്യപ്പെടുന്നത് ഇഷ്ടപ്പെടാത്ത നോഫേസ് അയാളെ എടുത്ത് വലിച്ചെറിയാണ്. ശേഷം അവൾക്ക് ഒരുപാട് ഗോൾഡ് കൊടുക്കുക. നേരത്തെ എന്നെ സഹായിച്ചതിന് നന്ദി, പക്ഷേ എനിക്കിപ്പോ ഇതിന്റെ ആവശ്യമല്ല എന്ന് പറഞ്ഞ് നോഫേസിനോട് നന്ദി പറഞ്ഞ് ചിഹിറ അവിടെ നിന്ന് ഓടിപ്പോവാണ്. അത് കണ്ട് നോഫേസിന് ഒരുപാട് സങ്കടമാണ്. നോഫേസിന്റെ കയ്യിൽ നിന്നും വീണ ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം തിക്കി തിരക്കി ഓടിക്കൂടുകയാണ്. നോഫേസ് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം പിടിച്ചു തിന്നാൻ തുടങ്ങുകയാണ്. ഇത്ര നേരം അവിടെ തടിച്ചുകൂടി നിന്നവരെല്ലാം പേടിച്ച് ഓടാൻ തുടങ്ങി. നേരത്തെ ഹാക്കുനെ ഉപദ്രവിച്ചിരുന്ന ആ പേപ്പർ ബേർഡ്സ് ഉണ്ടായിരുന്നില്ലേ, അതിലൊന്ന് ചിഹിറോന്റെ ശരീരത്തിൽ കയറി കിടക്കുന്നുണ്ടായിരുന്നു. ചിഹിറോ പുറത്തൂടെ എങ്ങനെയൊക്കെയോ വലിഞ്ഞു കയറി യുബാബിന്റെ സ്ഥലത്ത് എത്താണ്. അപ്പോ ദൂരേന്ന് യുബാബ് പറന്നു വരുന്നത് അവൾ കാണുന്നു. വിൻഡ് ലോക്കായത് കാരണം ചിഹിറോക്ക് അകത്തേക്ക് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോ ആ പേപ്പർ ബേർഡ് അവൾക്ക് അതിനകത്തൂടെ പോയിട്ട് ലോക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. എന്നാൽ ചിഹിറോ അത് ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ യുബാബ താമസിക്കുന്നിടത്ത് അവൾ കയറിപ്പറ്റി. ബാത്ത് ഹൗസിൽ തിരിച്ചെത്തിയ യുബാബ നോഫേസ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ് അങ്ങോട്ട് ചെല്ലാണ്. ഇതേ സമയം ചിഹിറോ ആണെങ്കിലോ യുബാബിന്റെ കണ്ണിപ്പെടാതെ ഒളിച്ചിരുന്നത് യുബാബയുടെ ജയൻ ബേബിയുടെ അടുത്തായിരുന്നു. അവന്റെ പേര് ബോ എന്നാണ്. ബോ ആണെങ്കിലോ അവളെ വിടുന്നില്ല. എന്റെ കൂടെ കളിക്കുന്ന് പറഞ്ഞ് അവളെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ചിഹിറോ എന്തൊക്കെ പറഞ്ഞിട്ടും അവൻ അവളെ പോകാൻ സമ്മതിക്കുന്നില്ല. കണ്ടോ, എന്റെ കയ്യില് ജെംസ് ഉണ്ട് എന്നും പറഞ്ഞ് തന്റെ കയ്യിലെ ബ്ലഡ് ബോക്ക് കാണിച്ചു കൊടുക്കാണ്. അത് കണ്ട് പേടിച്ച് ഉറകെ കരഞ്ഞുകൊണ്ട് ബോ അവളെ വിടാണ്. ബോന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് ഹാക്കുനെ ചെന്ന് നോക്കുമ്പോ ചിഹിറോ കാണുന്നത് യുബാബിന്റെ കൂടെയുള്ള 3 വലിയ ഹെഡ് സ്പിരിറ്റുകള് അവനെ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നതാണ്. ചിഹിറോ അവരെ തടഞ്ഞ് ഹാക്കുനെ രക്ഷിക്കാണ്. അപ്പോ യുബാബിന്റെ ബേർഡ് വന്ന് അവളെ അറ്റാക്ക് ചെയ്യാണ്. അപ്പോഴേക്കും ബോ അങ്ങോട്ട് വരികയാണ്. എനിക്ക് ജെംസിനൊന്നും പേടിയില്ല, മര്യാദക്ക് എന്റെ കൂടെ കളിച്ചോ അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ കരയുമെന്ന് പറഞ്ഞ് ഉറക്കെ കരയാൻ തുടങ്ങാണ്. ചിഹിറോന്റെ ശരീരത്തിൽ ഒട്ടിയിട്ട് ഒരു പേപ്പർ ബേർഡ് അവിടെ എത്തിയിരുന്നല്ലോ, അത് യുബാബിന്റെ ട്വിൻ സിസ്റ്റർ ആയിട്ടുള്ള സെനീബയുടെ ഒരു മാജിക്കൽ പ്രൊജക്ഷൻ ആയിട്ട് മാറാണ്. ആക്ച്വലി എന്താ ഇവിടെ നടക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് യുബാബ ആവശ്യപ്പെട്ടത് പ്രകാരം ഹാക്കു ഒരു ഗോൾഡൻ കോൺട്രാക്ട് സീല് മോഷ്ടിക്കുകയാണ്. തന്റെ ട്വിൻ സിസ്റ്ററുടെ അടുത്ത് നിന്നും ആ പവർഫുൾ ആയ സീൽ മോഷ്ടിച്ച് കൈക്കലാക്കി കഴിഞ്ഞാൽ യുബാബ കൂടുതൽ പവർഫുൾ ആയി മാറും. അതിനുവേണ്ടിയാണ് അത്യാഗ്രഹിയായ യുബാബ ഹാക്കുവിനെ കൊണ്ട് ആ സീല് മോഷ്ടിപ്പിച്ചത്. എന്നാൽ ആ മുദ്രയിൽ സെനീബ മാരകമായ ഒരു ശാപം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് മോഷ്ടിച്ച ആള് മരണപ്പെടും. അതുകൊണ്ടാണ് ഹാക്കു ഈ അവസ്ഥയിൽ കിടക്കുന്നത്. സെനീബ ബോനെ ഒരു എലിക്കുന്നായി മാറ്റുക. യുബാബിന്റെ ബേർഡിനെ ഒരു ചെറു പ്രാണിയായും ആ 3 തലകളെ ചേർത്ത് വെച്ച് ബോന്റെ രൂപത്തിൽ മാറ്റുന്നു.
ഇവിടെ നടന്നത് ആരോടെങ്കിലും പറഞ്ഞാൽ ഞാൻ നിന്റെ വായ കീറിക്കളയുമെന്ന് സെനിബ ചിഹിരോട് പറയാണ്. എനിക്ക് എന്റെ മേജിക്കൽ സീൽ തിരിച്ചു വേണം. അതേസമയം ഫേക്ക് ബോ അവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. പെട്ടെന്ന് ഹാക്കു കണ്ണു തുറക്കാണ്. സെനിബയുടെ ശ്രദ്ധ മാറിയ തക്കം നോക്കി അവൻ ആ പേപ്പർ പീസിനെ നശിപ്പിക്കാണ്. അതോടെ സെനിബയുടെ പ്രൊജക്ഷനും ഇല്ലാതാവാണ്. തളർന്നു പോകുന്ന ഹാക്കു ആ ഷാഫ്റ്റിന്റെ ഉള്ളിലേക്ക് വീഴാണ്. കൂടെ ഉണ്ടായിരുന്ന ചിഹിറോയും റാറ്റായി മാറിയ ബോയും യൂബേർഡും അവനോടൊപ്പം തന്നെ വീണു പോവുകയാണ്. ഹാക്കുവിനെ ഉണർത്താനായി ചിഹിറോ അവന്റെ കൊമ്പിൽ പിടിക്കാണ്. അപ്പോ അവൾക്ക് എന്തോ വെള്ളത്തിലൂടെ നീന്തി പോകുന്ന വിശ്വാസമൊക്കെ വരുന്നുണ്ട്. അതേസമയം ഹാക്കു ഉണർന്ന് താഴെ വീഴാതെ പറന്നു ചെന്ന് നേരെ കമാജിയുടെ അടുത്ത് ബോയിലർ റൂമിൽ ചെന്ന് വീഴാണ്. ഹാക്കുന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. ചിഹിറോ റിവർ ഗോഡ് അവൾക്ക് ഗിഫ്റ്റ് കൊടുത്ത ടെംപ്ലിങ്ങിന്റെ പകുതി ഹാക്കുനെ കൊണ്ട് വിഴുങ്ങിപ്പിക്കാണ്. ഹാക്കു കിടന്ന് പെടയാണ്. അവന്റെ ഉള്ളിലുണ്ടായിരുന്ന സെനീബയുടെ ഗോൾഡൻ സ്റ്റീൽ അവൻ പുറത്തേക്ക് തുപ്പാണ്. അതിന്റെ കൂടെ തന്നെ ഒരു ബ്ലാക്ക് സ്ലഗ് ഉണ്ടായിരുന്നു. രക്ഷപ്പെടാൻ നോക്കി അതിനെ ചിഹിറോ ചവിട്ടിക്കൊല്ലാണ്. ഹാക്കു അവന്റെ പഴയ രൂപത്തിലേക്ക് മാറുന്നു. ഹാക്കുവിന്റെ ലൈഫ് അവൾ സേവ് ചെയ്തു. പക്ഷെ അവൻ ഇപ്പോഴും കോമയിലാണ്. നിന്നെപ്പോൾ തന്നെ ഒരു ദിവസം അവനും എന്റെ മുമ്പിൽ വന്നു. അവന് മേജിക് പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ അവനോട് പറ്റില്ലെന്ന് പറഞ്ഞയച്ചു. എന്നാൽ അവൻ പിന്മാറിയില്ല. അവന് തിരികെ പോകാൻ ഒരിടമില്ലെന്ന് പറഞ്ഞു. ശേഷം മാജിക് പഠിച്ചെടുക്കാനായി യുബാബന്റെ അപ്രന്റീസായി ജോലി ചെയ്യാൻ തുടങ്ങി. എന്നാൽ പതിയെ പതിയെ യുബാബ അവനെ കൺട്രോളിൽ കൊണ്ടുവരാൻ തുടങ്ങി. അവന്റെ രൂപത്തിലും പെരുമാറ്റത്തിലും എല്ലാം മാറ്റം വന്നു. കമാജി അവൾക്ക് ഹാക്കുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഞാൻ ഈ ഗോൾഡൻ സീൽ സെനീബയ്ക്ക് തിരിച്ചു കൊടുക്കാൻ പോകുകയാണ്. സെനീബയ്ക്ക് അവനെ ഇനി തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. അവരെവിടെയാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു തരാമോ? ചിഹിറോ കമാജിയോട് ചോദിക്കുന്നു. പക്ഷെ സെനീബ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ദുർമന്ത്രവാദിനിയാണ്. ഹാക്കു എന്നെ മുന്നേ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോ അവൻ എന്റെ സഹായം ആവശ്യമാണ്. ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞ് കമാജി അയാളുടെ അലമാറിൽ എന്തൊക്കെ തെരഞ്ഞോണ്ടിരിക്കുകയാണ്. ഇതേ സമയം ലിൻ അങ്ങോട്ട് വരികയാണ്. നോഫേസ് എന്നുള്ള മോൺസ്റ്റർ 3 ആളെ ഇപ്പൊ തന്നെ വിഴുങ്ങി. നീയാണ് അതിന്റെ ഉള്ളിലേക്ക് വിളിച്ചതെന്നാണ് നോഫേസ് പറയുന്നത്. യുബാബ വളരെ ദേഷ്യത്തിലാണെന്ന് ലിൻ പറയുന്നു. അത് ബാത്ത് ഹൗസിൽ ഒരു ഗസ്റ്റ് ആണെന്ന് വിചാരിച്ചാണ് ഞാൻ ഉള്ളിലേക്ക് വിളിച്ചത്. അപ്പൊ കമാജി അയാൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ട്രെയിൻ ടിക്കറ്റ് ചിഹിറോക്ക് കൊണ്ടുവന്ന് കൊടുക്കാണ്. കഴിഞ്ഞ 40 വർഷമായി ഞാൻ എടുത്തു വെച്ചതാണിത്. ശേഷം സെനീബയുടെ വീട്ടിലേക്കുള്ള വഴി അയാൾ പറഞ്ഞു കൊടുക്കുകയാണ്. താൻ ഉടനെ തിരിച്ചു വരുമെന്നും അതുവരെ മരിക്കാതെ പിടിച്ചു നിൽക്കണമെന്നും ചിഹിറോ ഹാക്കുവിന്റെ അടുത്ത് ചെന്ന് അവന്റെ ചെവിയിൽ പറയാണ്. അല്ല, ഇവിടെ എന്താ നടക്കുന്നേ? നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? അത് പ്രണയമാണ് എന്ന് കമാജി ലിനിൽ പറഞ്ഞു കൊടുക്കുകയാണ്. അവിടുന്ന് ചിഹിറോ ആദ്യം ചെല്ലുന്നത് നോഫേസിന്റെ അടുത്തേക്കാണ്. യുബാബ ചിഹിറോനെ നോഫേസിന്റെ അടുത്ത് ഒറ്റക്കാക്കി ഡോർ അടക്കാണ്. നോഫേസ് അവളെ കാത്തിരിക്കായിരുന്നു. നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ആവശ്യപ്പെട്ടു. നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരാമെന്ന് നോഫേസ് അവളോട് പറയണം. എനിക്കൊന്നും ആവശ്യമില്ല. എനിക്കിപ്പോ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ എവിടുന്നാണോ വന്നത് അവിടേക്ക് തന്നെ തിരിച്ചു പോകണം. എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റക്കാണ്. എനിക്ക് നിന്നെ മതിയെന്ന് നോഫേസ് അവളോട് പറയണം. ചിഹിറോ അവളുടെ കയ്യിലുണ്ടായിരുന്ന റിവർ ഗോഡ് കൊടുത്ത ഡംപ്ലിങ്ങിന്റെ ബാക്കി പകുതി നോഫേസിനെ കൊണ്ട് കഴിപ്പിക്കാണ്. നോഫേസ് പെട്ടെന്ന് അവൻ കഴിച്ചതെല്ലാം ഛർദ്ദിക്കാൻ തുടങ്ങാണ്. അവൻ വിഴുങ്ങിയ ബാത്ത് ഹൗസിലെ വർക്കേഴ്സിനെയും അവൻ വോമിറ്റ് ചെയ്യുന്നുണ്ട്. ചിഹിറോ ബാത്ത് ഹൗസിൽ നിന്ന് ഓടി പുറത്ത് കിടക്കാണ്. പുറത്ത് ലിൻ ചെറിയൊരു വഞ്ചിയെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവളുടെ പുറകെ തന്നെ നോഫേസും വരുന്നുണ്ട്. നോഫേസ് അവന്റെ വയലന്റ് സ്വഭാവമൊക്കെ മാറി ആദ്യത്തെ ക്വയറ്റ് ആൻഡ് ജെന്റിൽ ബിഹേവിയറിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ലിൻ ചിഹിറോയെ ട്രെയിൻ സ്റ്റേഷനിലാക്കി കൊടുക്കുന്നു. നീ പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം എന്ന് ലിൻ ചിഹിറോയോട് പറയുന്നു. അവളെ ഉപദ്രവിക്കാൻ നോക്കിയാൽ ഞാൻ നിന്നെ ശരിയാക്കുമെന്ന് നോഫേസിനെ ലിൻ വാൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചിഹിറോ, നോഫേസ്, ബോ ആൻഡ് യൂബേർഡ് ഇവർ 4 പേരും ട്രെയിനിൽ കയറി പോവാണ്. ഇതേ സമയം ഹാക്കു എഴുന്നേൽക്കാണ്. സെൻ എവിടെയാണെന്ന് അവൻ കമാജിയോട് ചോദിക്കാണ്. നേരത്തെ നടന്ന എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് കമാജി അവനോട് ചോദിക്കാണ്. ഞാൻ മുഴുവൻ ഇരുട്ടിലായിരുന്നു. പെട്ടെന്ന് ചിഹിറോ എന്നെ വിളിക്കുന്നത് കേട്ടു. ഞാൻ അവളുടെ ശബ്ദത്തെ ഫോളോ ചെയ്തു. കണ്ണു തുറക്കുമ്പോ ഞാനിപ്പോ ഇവിടെ കിടക്കാണ്. നേരത്തെക്കായും ഒരുപാട് ബെറ്ററായി ഞാനിപ്പോ ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് പ്യുവർ ലവ്. അവളുടെ പ്രണയം നിന്റെ മേലുണ്ടായിരുന്ന ആ ശാപത്തെ മാറ്റിയിരിക്കുകയാണ്. അവളിപ്പോ ആ ഗോൾഡൻ സീൽ തിരിച്ചു കൊടുക്കാൻ പോയിരിക്കുകയാണ്. അവൾ ആ റിസ്ക് എടുക്കാൻ തയ്യാറായത് നിനക്ക് വേണ്ടിയാണ്. അടുത്ത സീനിൽ യുബാബയെ കാണിക്കുന്നു. നോഫേസ് കാരണം ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായതിൽ അവർ വളരെ ദേഷ്യത്തിലായിരുന്നു. ഇതിനൊക്കെ കാരണം ആ സെന്നാണ്. അതും പോരാനിട്ട് സ്വന്തം പാരൻസിനെ പോലും ഉപേക്ഷിച്ച് അവൾ ഓടിപ്പോയിരിക്കുന്നു. ഇന്ന് തന്നെ ആ 2 പന്നികളെയും വെട്ടി ഭക്ഷണമാക്കണമെന്ന് യുബാബ പറയാണ്. അപ്പോഴാണ് ഹാക്കു അങ്ങോട്ടേക്ക് എത്തുന്നത്. ഹാക്കുവിനെ കണ്ട് അവർ ഷോക്കാവാണ്. നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? നിങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ട ഒന്ന് റീപ്ലേസ് ചെയ്തിരിക്കുന്നത് ഇതുവരെയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഹാക്കു യുബാബയോട് ചോദിക്കുന്നു. അപ്പോഴാണ് തൊട്ടടുത്തിരുന്ന ഭക്ഷണം ആക്രാന്തത്തോടെ വലിച്ചു വാരി കഴിച്ചുകൊണ്ടിരിക്കുന്ന ബേബിയെ യുബാബ ശ്രദ്ധിക്കുന്നത്. അത് തന്റെ ബേബി അല്ലെന്ന് അവർക്ക് മനസ്സിലാവാണ്. ബോയ് അവിടെയെല്ലാം യുബാബ തിരയുന്നു. ഹാക്കുവാണ് ബോയെ മാറ്റിയതെന്ന് വിചാരിച്ച് യുബാബ ദേഷ്യത്തോടെ അവന്റെ നേരെ വരികയാണ്. ബോയ് ഇപ്പോ നിങ്ങളുടെ സിസ്റ്ററിന്റെ അടുത്താണ്. എന്ത്? സെനീബയുടെ കൂടെയോ? ഞാൻ അവനെ തിരിച്ചു കൊണ്ടുവരാം. പകരം സെന്നിനെയും അവളുടെ പാരൻസിനെയും തിരികെ അവരുടെ ലോകത്തേക്ക് പോകാൻ സമ്മതിക്കണം. ഓക്കെ, ബട്ട് ഫൈനലായി ഞാൻ അവൾക്ക് ഒരു ടെസ്റ്റ് കൂടി വെക്കും. അതിൽ അവൾ പരാജയപ്പെട്ട അവൾ പിന്നെ ഇവിടെ നിന്ന് ഒരിക്കലും പുറത്തു പോവില്ല, യുബാബ പറയുന്നു. ഇതേ സമയം ചിഹിറോയും കൂട്ടുകാരും സെനീബയുടെ വീട്ടിലെത്തുന്നു. സെനീബ അവളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. ചിഹിറോ ഹാക്കു മോഷ്ടിച്ച ഗോൾഡൻ സീൽ സെനീബയ്ക്ക് തിരികെ കൊടുക്കുന്നു. ഹാക്കുവിന് വേണ്ടി അവൾ ക്ഷമയും ചോദിക്കുന്നുണ്ട്. ഈ സീലിന്റെ പ്രൊട്ടക്റ്റീവ് സ്പെൽ ഇതിൽ നിന്നും നഷ്ടമായിട്ടുണ്ട് എന്ന് സെനീബ പറയുന്നു. സോറി, ആ ബ്ലാക്ക് സ്ലഗ് ആണോ? അതിനെ ഞാൻ ചവിട്ടിക്കൊന്നു എന്ന് ചിഹിറോ പറയുന്നു. അത് കേട്ട് സെനീബ പൊട്ടിച്ചിരിക്കാണ്.
ഹാക്കുനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യുബാബ ആ സ്ലഗിനെ അവന്റെ ഉള്ളിലിട്ടതാണ്. അതിനെയാണ് നീ നശിപ്പിച്ചിരിക്കുന്നത്. എന്റെ സ്പെല്ലിനെ ഇല്ലാതാക്കാൻ യഥാർത്ഥ പ്രണയത്തിന് മാത്രമേ കഴിയൂ. നീ അതിനെ ബ്രേക്ക് ചെയ്തിരിക്കുകയാണെന്ന് സെനിബ പറയുന്നു. നിങ്ങൾക്ക് ഇവരെ രണ്ടുപേരെയും പഴയ രൂപത്തിലാക്കാൻ പറ്റുമോ എന്ന് ബോയെയും യൂബേഡിനെയും കാണിച്ച് ചിഹിറോ ചോദിക്കുകയാണ്. അവരുടെ മേലെയുള്ള സ്പെല്ലും ബ്രേക്ക് ആയിട്ടുണ്ട്. നിനക്ക് എപ്പോൾ വേണമെങ്കിലും അവരെ പഴയ രൂപത്തിലാക്കാമെന്ന് സെനിബ പറയുന്നു. നിന്റെ പാരൻസ് പന്നികളായി മാറിയതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ അതിൽ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. നിന്റെ പാരൻസിനെയും ഹാക്കുനെയും രക്ഷിക്കാൻ നീ തന്നെ എന്തെങ്കിലും വഴി കണ്ടെത്തണം. അവരെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നീ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഹാക്കുനെ എനിക്ക് മുന്നേ പരിചയമുള്ള പോലെ തോന്നുന്നുണ്ട്. പക്ഷേ അതെന്താണെന്ന് ഓർത്തെടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. അത് നല്ല കാര്യമാണ്. നമ്മൾ ഒരാളെ മീറ്റ് ചെയ്താൽ അയാളുടെ ഓർമ്മകൾ പൂർണ്ണമായിട്ട് നമ്മളിൽ നിന്ന് പോകില്ല. കുറച്ചും കൂടി സമയം എടുത്താൽ ഹാക്കുനെ കുറിച്ച് നിനക്ക് ഓർത്തെടുക്കാൻ കഴിയും. നീ അവനെ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. പിന്നെ എന്നെ ഗ്രാനി എന്ന് വിളിച്ചാൽ മതി, സെനിബ പറയുന്നു. അങ്ങനെ ചിഹിറ ഹാക്കുനെ കുറിച്ച് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. ആ നേരം സെനിബ മറ്റു 3 പേർക്കും വൈക്കോലിൽ നിന്ന് നൂല് നെയ്യാൻ പഠിപ്പിക്കുകയാണ്. ഗ്രാനി, എന്നെ കൊണ്ടൊന്നും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. ഞാൻ വെറുതെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം ഹാക്കു മരണപ്പെട്ടിട്ടുണ്ടാവും. എന്റെ പേരൻസിനെ അവർ ഭക്ഷണമാക്കിയിട്ടുണ്ടാകും. അതും പറഞ്ഞ് ചിഹിറോ കരയാണ്. കുറച്ചു നേരം കൂടി നീ ഒന്ന് ശ്രമിക്കുക. ഇതുകൊണ്ട് നീ നിന്റെ മുടി കെട്ട്. ഇത് നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. നിന്റെ ഫ്രണ്ട്സ് നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഇതെന്നും പറഞ്ഞ് ഒരു ഹെയർ ബൺ സെനിബ ചിഹിറോക്ക് കൊടുക്കാണ്. ചിഹിറോ ആ മാജിക്കൽ ബൺ ഉപയോഗിച്ച് അവളുടെ മുടി കെട്ടാണ്. അപ്പോഴേക്കും ഹാക്കു അവിടെ എത്തുന്നു. ഹാക്കുനെ കണ്ട് ചിഹിറോ ഒരുപാട് ഹാപ്പി ആവുന്നു. ഗ്രാനി അവരെ സ്നേഹത്തോടെ യാത്ര അയക്കാണ്. ഓഫീസിനോട് തന്റെ കൂടെ ഹെൽപ്പറായി ഇവിടെ നിന്നോളാനും അവര് പറയുന്നു. ചിഹിറോ സെനിബയെ കെട്ടിപ്പിടിച്ച് നന്ദി പറയാണ്. ശേഷം അവരോട് യാത്ര പറഞ്ഞ് ഹാക്കുന്റെ മേലെ കയറി അവരവിടെ നിന്നും തിരികെ പോവുകയാണ്. അങ്ങനെ ആകാശത്തു കൂടെ പറന്നു പോകുമ്പോൾ ചിഹിറോക്ക് അവളുടെ ലൈഫിൽ മുന്നേ സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ അവളുടെ ഓർമ്മയിൽ വരികയാണ്. അവളത് ഹാക്കുനോട് പറയാണ്. ഹാക്കു, ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഒരു ദിവസം എന്റെ ഷൂ ഒരു റിവറിൽ വീണു. അതെടുക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ ആ റിവറിൽ വീണ് മുങ്ങി പൊങ്ങാൻ തുടങ്ങി. എന്നാൽ അതിലെ വെള്ളം എന്നെ പുഴയുടെ തീരത്തെത്തിച്ച് രക്ഷപ്പെടുത്തി. ആ റിവറിന്റെ പേര് കൊഹാക്കു റിവർ എന്നായിരുന്നു. എനിക്ക് തോന്നുന്നു അത് നീയാണെന്ന്. നിന്റെ റിയൽ നെയിം കൊഹാക്കു റിവർ എന്നാണ്. ചിഹിറോ അത് പറഞ്ഞതും പെട്ടെന്ന് ഹാക്കുവിന് ആ ഡ്രാഗൺ രൂപത്തിൽ നിന്നും മോക്ഷം സംഭവിക്കാണ്. യു ഡിഡ് ഇറ്റ് ചിഹിറോ, താങ്ക് യു സോ മച്ച്. എനിക്കിപ്പോ ഓർമ്മ വന്നു, ഞാനൊരു റിവർ സ്പിരിറ്റ് ആണ്. എന്റെ പേര് കൊഹാക്കു റിവർ എന്നാണ്. നീ എന്നിൽ വീണതും ഞാൻ നിന്നെ തീരത്തെത്തിച്ചതുമെല്ലാം എനിക്കിപ്പോ ഓർമ്മ വരുന്നുണ്ട്. ഹാക്കു, നീയാണെന്ന് എന്നെ രക്ഷിച്ചത്. എനിക്കറിയായിരുന്നു നീ നല്ലൊരാളാണെന്ന്. രണ്ടുപേരുടെയും കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അങ്ങനെ അവര് ബാത്ത് ഹൗസിൽ തിരികെ എത്താണ്. യുബാബ ഫൈനൽ ടെസ്റ്റിന് റെഡിയായി നിൽക്കുന്നുണ്ട്. എനിക്കറിയായിരുന്നു നിനക്ക് എന്റെ കുഞ്ഞിനെ തിരികെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് യുബാബ ഹാക്കുനെ നോക്കി ദേഷ്യത്തോടെ പറയാണ്. അപ്പോ റാറ്റിന്റെ രൂപത്തിൽ നിന്ന് ബോ അവന്റെ പഴയ രൂപത്തിലോട്ട് മാറണം. തന്റെ കുഞ്ഞിനെ തിരികെ കിട്ടിയതിൽ യുബാബ വളരെ ഹാപ്പി ആവാണ്. മമ്മ, ഞാൻ സെനിന്റെ കൂടെ ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഇനിയും അവളെ വേദനിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളോട് മിണ്ടില്ല എന്ന് ബോ യുബാബയോട് പറയാണ്. തന്റെ കുഞ്ഞു ബേബി ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നിൽക്കുന്നതും ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നതെല്ലാം കേട്ട് യുബാബ അത്ഭുതപ്പെടാണ്. ഞാൻ ഫൈനൽ ടെസ്റ്റിന് തയ്യാറാണ് എന്ന് പറഞ്ഞ് ചിഹിറോ മുന്നോട്ട് വരികയാണ്. യുബാബ ഒരു കൂട്ടം പന്നികളെ ചിഹിറോക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇതിലേതാണ് നിന്റെ യഥാർത്ഥ പാരന്റ്സ് എന്ന് നീ കണ്ടുപിടിക്കണം. നിനക്കൊരൊറ്റ ചാൻസേ ഉള്ളൂ. ഇതിൽ നീ വിജയിച്ചാ നിങ്ങൾക്ക് തിരിച്ചു പോകാം. സെൻ ആ പന്നികളെ സൂക്ഷിച്ചു നോക്കുകയാണ്. ബാത്ത് ഹൗസിലെ എല്ലാവരും വളരെ ആകാംക്ഷയോടെ അവളുടെ മറുപടിയും കാത്തു നിൽക്കുകയാണ്. നിങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന് തോന്നുന്നു. ഇതിൽ എന്റെ പാരന്റ്സ് ഇല്ല. ഇതിൽ ആരും നിന്റെ പാരന്റ്സ് അല്ല. നിന്റെ ആൻസർ ഫൈനൽ ആണോ എന്ന് യുബാബ ചോദിക്കുന്നു. അതെ, ഇതിൽ എന്റെ പാരന്റ്സ് ഇല്ല എന്ന് ചിഹിറോ ഉറപ്പിച്ചു പറയുന്നു. അവൾ പറഞ്ഞത് ശരിയായിരുന്നു. അതിൽ അവളുടെ പാരന്റ്സ് ഉണ്ടായിരുന്നില്ല. യുബാബന്റെ കയ്യിലുണ്ടായിരുന്ന ചിഹിറോന്റെ കോൺട്രാക്ട് പെട്ടെന്ന് ഇല്ലാതായി പോകുകയാണ്. ബാത്ത് ഹൗസിലെ എല്ലാവരും വളരെ ഹാപ്പി ആവാണ്. അവരെല്ലാം ആർത്ത് വിളിച്ച് അവരുടെ സന്തോഷം അറിയിക്കാണ്. നീ ജയിച്ചു, എന്റെ കൺമുന്നിൽ നിന്ന് വേഗം ഓടിപ്പോയിക്കോ എന്ന് യുബാബ അവളോട് പറയും. ചിഹിറോ യുബാബയോട് നന്ദിയും പറഞ്ഞ് അവിടെ നിന്ന് പോകുകയാണ്. ഹാക്കു അവളെ വിളിച്ചോണ്ട് ഓടുന്നു. എന്റെ അച്ഛനും അമ്മയും എവിടെയാണെന്ന് അവൾ ഹാക്കുനോട് ചോദിക്കുന്നു. നീ ടെസ്റ്റിൽ പാസ്സായതുകൊണ്ട് തന്നെ അവരിപ്പോ റിവറിന്റെ അപ്പുറത്തുള്ള ഹ്യൂമൻ വേൾഡിലായിരിക്കും. അവർ ആ റിവറിന്റെ അടുത്തെത്തി നോക്കുമ്പോൾ അവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല. ചിഹിറോ അവിടെ എത്തിപ്പെട്ടപ്പോ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ വിശാലമായി കിടക്കുന്ന പുൽമൈതാനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പുറകിലോട്ട് തിരിഞ്ഞു നോക്കാതെ നീ നടക്കണം. ടണലിന്റെ പുറത്തെത്തുന്നത് വരെ ഒരു കാരണവശാലും നീ തിരിഞ്ഞു നോക്കരുതെന്ന് ഹാക്കു അവളോട് പറയും. ഹാക്കു, അപ്പൊ നീ എന്താ ചെയ്യാൻ പോകുന്നത്? എനിക്കിതിന്റെ അപ്പുറത്തേക്ക് വരാൻ പറ്റില്ല. ഞാൻ യുബാബയോട് പോയി സംസാരിക്കും. എനിക്കിനി അവരുടെ അപ്രന്റീസായി തുടരാൻ കഴിയില്ല എന്ന്. നീ പേടിക്കണ്ട, എനിക്കിപ്പോ എന്റെ പേരറിയാലോ. ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന് ഹാക്കു പറയുന്നു. അപ്പോ നമ്മൾ ഇനി മീറ്റ് ചെയ്യില്ലേ? നമ്മൾ ഇനി മീറ്റ് ചെയ്യുമെന്ന് ഹാക്കു അവൾക്ക് പ്രോമിസ് കൊടുക്കാണ്. ഹാക്കു പറഞ്ഞത് പ്രകാരം ചിഹിറോ തിരിഞ്ഞു നോക്കാതെ നടക്കാണ്. ടണലിന്റെ അടുത്ത് അവളുടെ പാരന്റ്സ് അവളെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊന്നും അവർക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. ചിഹിറോ, നീ ഇത്രയും നേരം എവിടെ പോയിരിക്കായിരുന്നു? നമുക്ക് വേഗം തിരിച്ചു പോകാമെന്ന് അവർ അവളോട് പറയാണ്. അങ്ങനെ അവരെ ടണൽ ക്രോസ് ചെയ്യണം. അവർ വന്ന വഴി ആകെ പുല്ല് പിടിച്ച് കാറൊക്കെ ആകെ പൊടി പിടിച്ച് കിടക്കായിരുന്നു. അത് കണ്ട് അവളുടെ പാരന്റ്സ് അത്ഭുതപ്പെടുകയാണ്. ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് ഇവിടെ ഇങ്ങനെ മാറ്റം വന്നത്? അവർ തിരികെ കാറിൽ കയറാണ്. ചിഹിറോ ടണലിനകത്തേക്ക് നോക്കി നിൽക്കുകയാണ്. എന്തൊക്കെയാണ് ഇപ്പൊ അവളുടെ ലൈഫിൽ നടന്നത്? പാരന്റ്സ് അവളെ വിളിക്കുന്നു. അവര് അവിടെ നിന്നും തിരികെ പോകുകയാണ്. പുതിയ സ്കൂള്, പുതിയ ലൈഫ്. നിനക്ക് പേടിയുണ്ടോ എന്ന് അച്ഛൻ അവളോട് ചോദിക്കുന്നു. പേടിക്കണ്ട, എന്നെ കൊണ്ട് അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ചിഹിറോ കോൺഫിഡൻസോടെ പറയാണ്. ഇവിടെ ഈ മൂവി അവസാനിക്കുന്നു.
മൂവിയിൽ വരാൻ ചാൻസ് ഉള്ള ഒരു ഡൗട്ടാണ് യുബാബിന്റെ ഫൈനൽ ടെസ്റ്റിൽ ചിഹിരോ ആ പന്നികൾക്കിടയിൽ തന്റെ പാരന്റ്സ് ഇല്ലെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. പടത്തിന്റെ ഡയറക്ടർ ആയിട്ടുള്ള മിയാസാക്കി ഇതിനെ കുറിച്ച് പറയുന്നത്, ബാത്ത് ഹൗസിൽ അവൾ കടന്നുപോയ എക്സ്പീരിയൻസിലൂടെ ചിഹിരോ കൈവരിച്ച ആത്മവിശ്വാസവും പക്വതയുമാണ് തെറ്റായ പന്നികളെ കാണിച്ച് ചതിക്കാൻ നോക്കിയ യുബാബയുടെ തന്ത്രം ഒറ്റ നോട്ടത്തിൽ തന്നെ പൊളിച്ചെടുക്കാൻ അവളെ സഹായിച്ചത്. സിനിമയുടെ തുടക്കത്തിൽ ഭയന്നോടിക്കൊണ്ടിരുന്ന ആ കുഞ്ഞു ചിഹിരോനെയല്ല നമ്മൾ സിനിമയുടെ അവസാനം കാണുന്നത്. ആ ബാത്ത് ഹൗസിനുള്ളിൽ ഫിസിക്കലി ആൻഡ് മെന്റലി ചിഹിരോ ഓവർകം ചെയ്ത ആ എക്സ്പീരിയൻസസ് എല്ലാം അവളെ കോൺഫിഡന്റും സ്ട്രോങ്ങും ആക്കുന്നുണ്ട്. അതിനൊക്കെ ഉപരി തന്റെ പാരന്റ്സിനോടുള്ള ചിഹിരോയുടെ ആഴത്തിലുള്ള സ്നേഹവും ആത്മബന്ധവും ഈ പന്നികളൊന്നും തന്റെ പാരന്റ്സ് അല്ല എന്ന് മനസ്സിലാക്കാൻ അവളെ ഹെൽപ്പ് ചെയ്തു. ഇതുപോലത്തെ ആനിമി മൂവീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുതേ.